അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എജു തൻസീലിന്റെ ഇഹ്സാൻ ഗ്രാൻഡ് ക്വിസ് 2K26 സീസൺ 2 എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10 നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ കേൾക്കുന്നതും പറയുന്നതുമായ എല്ലാ കാര്യങ്ങളും അവന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇഹ്സാൻ ഗ്രാൻഡ് ക്വിസ് 2K26 സീസൺ 2 ഓരോ ദിവസത്തെയും വീഡിയോ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ക്വിസിൽ ചോദിക്കാറുള്ളത്. കേവലം ക്വിസിൽ പങ്കെടുക്കുക എന്നതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷത്തെക്കുറിച്ചാണ്. ലോകമെമ്പാടും അറിയപ്പെട്ടിട്ടുള്ള, ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന ഒരു സംഘർഷമാണ് ഇന്ന് നിലവിലുള്ളത്. ഇതിൻ്റെ ചെറിയൊരു ഔട്ട്ലൈൻ മാത്രമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ഓരോ രാജ്യങ്ങളും നിലവിൽ വന്ന വർഷത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇറാൻ നിലവിൽ വന്ന വർഷം 1979 ഇറാനിയൻ റവല്യൂഷന് ശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക് രൂപം കൊണ്ടു. എന്നാൽ അമേരിക്ക നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1776 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിക്ലറേഷൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് വഴി സ്വാതന്ത്ര്യം നേടി. എന്നാൽ ഇസ്രായേൽ നിലവിൽ വന്ന വർഷം 1948. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയും ഇസ്രായേലുമൊക്കെ ഒരേ സമയത്ത് നിലവിൽ വന്നതാണ്. ഒരു കുഞ്ഞു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞത്. ഒരു ചെറിയ ജൂത രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1979 ഇറാനിയൻ റവല്യൂഷന് ശേഷം ഇറാനിൽ അമേരിക്ക വിരുദ്ധ ഭരണകൂടം സ്ഥാപിതമായി. അതേ വർഷം നടന്ന ഇറാനിയൻ ഹോസ്റ്റേജ് ക്രൈസിസ് ഇറാനിലെ അമേരിക്കൻ എംബസിയിലെ ഉദ്യോഗസ്ഥരെ 44 ദിവസം പിടിച്ചുവെച്ചു. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം, ആണവായുധം ഉണ്ടാക്കുന്നുവെന്ന് അമേരിക്കയും കൂട്ടാളികളും ആരോപിക്കുന്നുണ്ട്. അമേരിക്കയും ഇസ്രായേലുമൊക്കെ ഇറാന്റെ നേരെ നിരന്തരമായി ആരോപിക്കുന്ന ഒരു ആരോപണമാണ് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നുവെന്ന്. നമ്മൾ പരിശോധിക്കേണ്ടത്, ഈ പറയപ്പെട്ട അമേരിക്കയും ഇസ്രായേലുമെല്ലാം അവർക്കെല്ലാം ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്, ആണവായുധങ്ങളുണ്ട്. എന്നാൽ ഇറാൻ പോലെയുള്ള ഒരു രാജ്യത്തിന് അത് വേണ്ട എന്നുള്ളതാണ് ഇവരുടെയൊക്കെ വാദം എന്ന് പറയുന്നത്. നാലാമത്തെ കാരണം എന്ന് പറയുന്നത്, മിഡിൽ ഈസ്റ്റിലെ വിവിധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ പിന്തുണ നൽകുന്നു എന്ന് അമേരിക്ക ആരോപിക്കുന്നുണ്ട്. ഈ പ്രധാന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹമാസ്, ഹിസ്ബുള്ള പോലെയുള്ള പ്രോക്സി ഗ്രൂപ്പുകളാണ്. ഇനി ഇറാൻ ഇസ്രായേൽ വൈരത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രധാന കാരണങ്ങളാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വൈരത്തിന്റെ അല്ലെങ്കിൽ സംഘർഷത്തിന്റെ കാരണങ്ങളെ കുറിച്ചാണ്. ഫലസ്തീൻ പ്രശ്നം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ അടുത്ത കാലത്തായിട്ട് തന്നെ ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും ഇസ്രായേൽ വധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഫലസ്തീൻ ഗ്രൂപ്പുകൾക്ക് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. ഇറാൻ എന്ന രാജ്യം ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ആരോപണം എന്ന് പറയുന്നത്. മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ ഒരു ആധിപത്യം നേടാനുള്ള രാഷ്ട്രീയ മത്സരവും കൂടിയാണ്. ഇപ്പൊ നിലവില് ഇറാനാണ് അവിടെ ആധിപത്യം ഉള്ളത്. ഹോർമുസ് കടലിടുക്ക് പോലെയുള്ള ഇതൊക്കെ ഇറാന്റെ പക്കലാണുള്ളത്. എന്നാൽ ആ ആധിപത്യത്തിന് മുകളിൽ ഇസ്രായേലിന് ആധിപത്യം സ്ഥാപിക്കണം എന്നുള്ള ഒരു മത്സരവും കൂടിയാണ് ഇവിടെയുള്ളത്. ഇനി നേരിട്ടുള്ള യുദ്ധം കുറവായതിനുള്ള കാരണം എന്താണ്? ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലിസ്റ്റിക് മിസൈലുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ അയച്ച് യുദ്ധം ചെയ്യുക എന്നതിലുപരി നേരിട്ട് ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറാനും അമേരിക്കയും നേരിട്ടൊരു യുദ്ധം നടത്താറില്ല. ഇറാനും അമേരിക്കയും
നേരിട്ടൊരു യുദ്ധം നടത്താറില്ല. അതിനുള്ള കാരണങ്ങൾ, ഒന്നാമതായിട്ട് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നാണ്. 2, യുദ്ധം വലിയ സാമ്പത്തികവും മനുഷ്യനഷ്ടവും ഉണ്ടാക്കുമെന്നുള്ളതാണ്. അതിനാൽ പലപ്പോഴും ഈ രാജ്യങ്ങൾ പ്രോക്സി ഗ്രൂപ്പുകൾ വഴിയാണ് യുദ്ധം ചെയ്യാറുള്ളത്. എന്താണ് പ്രോക്സി വാർ എന്ന് പറഞ്ഞാൽ? എന്താണ് പ്രോക്സി യുദ്ധം എന്ന് പറഞ്ഞാൽ? വലിയ രാജ്യങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കാളികളാവാതെ മറ്റ് ഗ്രൂപ്പുകളിലൂടെയോ മറ്റ് രാജ്യങ്ങളിലൂടെയോ നടത്തുന്ന യുദ്ധമാണ് പ്രോക്സി വാർ എന്ന് പറഞ്ഞാൽ. അതാണ് ഇറാൻ ഹിസ്ബുള്ള പോലെയുള്ള ഗ്രൂപ്പുകൾക്ക് ആയുധം നൽകി ഇസ്രായേലിലേക്ക് യുദ്ധം ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതാണ് പ്രോക്സി വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പ്രധാന സ്ട്രാറ്റജിക് മേഖല എന്താണെന്ന് നോക്കാം. മിഡിൽ ഈസ്റ്റിലെ പേർഷ്യൻ ഗൾഫ് പ്രദേശവും സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ്, അതായത് ഹോർമുസ് കടലിടുക്കും വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. ലോകത്തിലെ വലിയൊരു ശതമാനം എണ്ണ ഇവിടെ കൂടി കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശം ജിയോ പൊളിറ്റിക്കലായി അത്യന്തം നിർണായകമാണ്. മനസ്സിലായല്ലോ? ഇത്രയും കാരണങ്ങളാണ് നമുക്ക് ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക യുദ്ധത്തിനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ. അമേരിക്ക നേരിട്ട് ഇറാനുമായിട്ട് യുദ്ധം ചെയ്യുന്നില്ല, മറിച്ച് ഇസ്രായേലിന് നേരിട്ട് ആയുധങ്ങൾ കൊടുക്കുകയും അവരുമായി സംഘർഷത്തിൽ കൊമ്പുകോർക്കുകയും ചെയ്യുകയാണ്. അമേരിക്ക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നേരിട്ട് സൈനിക നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപകടവുമാണ്. കാരണം ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി തന്നെ ഇറാനിക്ക് വലിയൊരു കവാടം ഒരുക്കിയിട്ടുണ്ട്. എന്താണ് ആ തടസ്സം എന്ന് പറയുന്നത്? നമുക്കറിയാം, ഇറാനിൻ്റെ അതിർത്തിയിൽ 1000ഓളം കിലോമീറ്റർ കണക്കിന് സാഗ്രോസ് മൗണ്ടെയ്ൻസ് ഉണ്ട്. അത് കടന്നിട്ട് വേണം ഏതൊരു രാജ്യത്തിനും ഇറാനിലേക്ക് എത്താൻ. അത് മുറിച്ചു കടക്കുക എന്നുള്ളത് ആത്മഹത്യാപരമാണ്. ഇറാന്റെ വലിയൊരു ഭാഗം മലനിരകളും മരുഭൂമിയുമാണ്. ഈ മലനിരകളിലൂടെ സൈനിക മുന്നേറ്റം വളരെ ദുഷ്കരവുമാണ്. അതിനാൽ ഭൂമിശാസ്ത്രപരമായി ഒരു സ്വാഭാവിക പ്രതിരോധം ഇറാനിക്കുണ്ട്. വലിയ ജനസംഖ്യയും സൈന്യവുമുണ്ട്. ഇറാനിക്ക് ഏകദേശം 8-9 കോടി ജനസംഖ്യയുണ്ട്. അതിന് ശക്തമായ സൈനിക ശക്തികളുമുണ്ട്. മാത്രമല്ല ഇറാന് വലിയ മിസൈൽ സംവിധാനങ്ങളുണ്ട്. അത്യാധുനിക മിസൈൽ സംവിധാനമാണ് ഇറാനിക്കുള്ളത്. അതിനാൽ യുദ്ധം പെട്ടെന്ന് അവസാനിക്കുന്നില്ല. ദിവസങ്ങളോളം യുദ്ധം നീണ്ടുപോകാനാണ് സാധ്യത. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കടൽപാതയാണ്. ഇറാനെങ്ങാനും ആ കടൽപാത അടച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും കുടുങ്ങും. ഇന്ത്യ അടക്കമുള്ള ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും പ്രതിസന്ധിയിലാകുമെന്നുള്ളതാണ്. ഇറാനിന് നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇറാൻ ഇസ്രായേലിലേക്ക് നിരന്തരമായി യുദ്ധം ചെയ്യാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. ഇസ്രായേലും അമേരിക്കയും കൂടി ഈ കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഇറാനിയൻ പരമോന്നത നേതാവിനെ ആയത്തുള്ള അലി ഖാംനെയിയെ വധിച്ചത്. ഒരു വലിയ ഓപ്പറേഷൻ വഴിയാണ് ആയത്തുള്ള അലി ഖാംനെയിയെ അവർ വധിച്ചിട്ടുള്ളത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാവിൻ്റെ മരണത്തോടു കൂടി അവർക്ക് ഇനി ഒന്നും നോക്കാനില്ല. അവര് നിരന്തരമായി ഇസ്രായേലിലേക്കും ഒക്കെ അതുപോലെ അമേരിക്കൻ ബേസിലേക്കുമൊക്കെ, ഗൾഫ് രാജ്യങ്ങളിലെ GCC കൺട്രീസിലുള്ള അമേരിക്കൻ ബേസിലേക്കുമൊക്കെ നിരന്തരമായി മിസൈലും ഡ്രോണാക്രമണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമോന്നത നേതാവ് നഷ്ടപ്പെട്ടു. ഇപ്പൊ പുതിയൊരു നേതാവിനെ അവർ തിരഞ്ഞെടുത്തു. ആയത്തുള്ള അലി ഖാംനെയുടെ മകനായിട്ടുള്ള മൊജിത്തബ ഖാംനെയെ അവർ പുതിയ ഇറാനിയൻ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോ ഇതിനൊക്കെ അവസാനിക്കുന്നത്, യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. നിരപരാധികളായ ഒരുപാട് ആളുകൾ ഇവിടെ ഈ യുദ്ധത്തിന് ഇരയാകുന്നുണ്ട്. ലോക രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറെ ചർച്ചയാകുന്ന ഒരു സംഘർഷമാണ് അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ സംഘർഷം എന്ന് പറയുന്നത്. ചരിത്രവും മതവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങൾ ചേർന്നതാണ് ഈ പ്രശ്നത്തിന്റെ കാരണമെന്ന് പറയുന്നത്. ചരിത്രവും മതവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ
ചേർന്നതാണ് ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു യുദ്ധമെന്ന് പറയുന്നത് സൈന്യങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടം മാത്രമല്ല, അത് ലോക സമാധാനത്തെയും സാമ്പത്തികതയെയും ബാധിക്കുന്ന വലിയൊരു വിഷയമാണ്. അതിനാൽ ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ളത് യുദ്ധമല്ല, സമാധാനവും ന്യായവുമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ക്വിസ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ അറിയാം. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു ക്വിസുമായി ബന്ധപ്പെട്ട് ലോക രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ ചർച്ചയാകുന്ന അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ സംഘർഷം ഇവിടെ ചർച്ച ചെയ്തു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു തആല ലോകത്തിന് മുഴുവൻ ശാന്തിയും സമാധാനവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.